Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റോക്ക് ട്രേഡ്, അതായത് നമ്മുടെ ഈ വിൻട്രയുടെ ഓട്ടോമാറ്റിക്, നമ്മൾ ആക്ച്വലി വിൻട്രയുടെ ഒരു ട്രേഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സോഫ്റ്റ്വെയർ സിഗ്നൽ പിക്ക് ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കൂടെ നമുക്ക് 2 സ്കാനറും കൂടെ അവൈലബിൾ ആണ്. ഒന്ന് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്കാനറും പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽ ഡിറ്റക്ട് ചെയ്യുന്ന സ്കാനറുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാനോ അത് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എക്സാമ്പിൾ എടുത്തിരുന്ന കല്യാൺ ജുവലേഴ്സിൻ്റെയാണ്. ഇത് ഫ്യൂച്ചർ ചാർട്ടാണ്. ഏറ്റവും മേഖല വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിഗ്നൽ, ഇപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സിഗ്നൽ വന്ന് കൺഫേം ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. കോൾ ഓപ്ഷൻ ബൈ കൺഫേം ആണെങ്കിൽ കോൾ ഓപ്ഷൻ, സെല്ലാണെങ്കിൽ പുട്ട് ഓപ്ഷൻ നമുക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ കൺഫേം ആകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഏറ്റവും മേഖല വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. ഇതിൽ നമുക്ക് ഗ്രീൻ കളറിൽ വരുന്നത് ആരോ ഇല്ലേ, അത് ബൈ ചെയ്യാനുള്ളത്. റെഡ് ആരോ സെല്ലുമാണ്. സിഗ്നൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും മേഖല അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാണിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ കൺഫേം ആയ എൻട്രീസ് മാത്രം പിക്ക് ചെയ്യുക. കൺഫേം എൻട്രീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിൽ ബൈയുടെ ഫസ്റ്റ് കൺഫർമേഷൻ താഴത്തെ ബാർ ഇതുപോലെ തന്നെ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ബൈ സോൺ ആയിരിക്കണം. 2 കൺഫർമേഷൻ ഉണ്ടോ ആ ബൈ നിങ്ങൾക്ക് എടുക്കാമെന്ന് അർത്ഥം. എൻട്രി എടുക്കുമ്പോൾ തന്നെ താഴത്ത് നോക്കും. സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് താഴത്ത് 3 ടാർഗറ്റ് കാണിച്ചിരിക്കുക. ആ ടാർഗറ്റിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തേണ്ടത്. അത് നിങ്ങൾക്ക് അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. ട്രെയിലിംഗ് ആണ്, അതിന് ട്രെയിൽ ചെയ്ത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സിഗ്നൽ വന്ന് 2 കൺഫർമേഷൻ ഉണ്ടോ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ട്രേഡ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഇതൊരു സപ്പോർട്ടിംഗ് സോഫ്റ്റ് മാത്രമാണ്. ഇത് നമുക്ക് ലൈവിൽ നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ തരും. അതിൽ കൺഫർമേഷൻ ഉള്ള ട്രേഡ് നിങ്ങൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ എക്സിക്യൂട്ട് ചെയ്താൽ മതിയെ. അപ്പം നമുക്ക് ഇതിനകത്ത് അതുപോലെ തന്നെ നമുക്ക് സൈഡേഴ്സ് അറിയാൻ പറ്റും. റെസിസ്റ്റൻസ് സപ്പോർട്ട് എല്ലാം ഇതിനകത്ത് പ്ലോട്ട് ചെയ്ത് വരുവേ. അപ്പോൾ ഇത് കണ്ടേ, റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്ന താഴത്തെ ബ്ലൂ സപ്പോർട്ടുമാണ്. അതുപോലെ ക്യാൻഡിലിൻ്റെ കളർ ചേഞ്ചസ് വരുവേ, അത് സൈഡ് ഇൻഡിക്കേഷൻ ആണ്. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലൈവ് ഡെമോ ക്ലാസ്സിൽ പറഞ്ഞു തരിക എങ്ങനെയാണെന്നുള്ള. പിന്നെ ഇതിനകത്ത് 2 സ്കാനർ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫസ്റ്റ് സ്കാനറാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് കണ്ടോ, ആരോ വൈസ് നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെൻഡ് അറിയാൻ പറ്റും. ഇപ്പോൾ TCS നോക്കുകയാണെങ്കിൽ 3 റെഡ് ആരോ, ദാറ്റ് മീൻസ് അവിടെ ടോട്ടൽ ഡൗൺ ട്രെൻഡ് കിടക്കുവാണ്. അപ്പ് ട്രെൻഡ് ആണെങ്കിൽ ഫുള്ള് ഇതുപോലെ കല്യാൺ ജുവലേഴ്സ് നമുക്ക് 3 ഗ്രീൻ അല്ലേ, അതവിടെ ഫുൾ അപ്പ് ട്രെൻഡാണ്. അങ്ങനെ നമുക്ക് ആരോ വൈസിൻ്റെ ഇൻഡിക്കേഷൻ തരും. ഇത് നമ്മുടെ ഫസ്റ്റ് സ്കാനറാണ്. ഇത് നമ്മുടെ വേറൊരു സ്കാനർ. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽ കണ്ടുപിടിച്ച് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 2 തരത്തിലുള്ള സിഗ്നൽ തരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സി പ്ലേയിൽ ബൈ അറ്റ് 1459.90 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സി പ്ലേ നേരെ കയറി ഓപ്പൺ ചെയ്യണം. വേണ്ട, നമുക്കിവിടെ ഇത് ഒരു ബെൽ സൗണ്ട് കാണിക്കുക, അതായത് അതിനകത്ത് തന്നെ സിഗ്നൽ വന്നിരിക്കുന്നത്. അപ്പം നേരെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഡയറക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഇവിടെ നമുക്കൊരു ബൈ എൻട്രി ഇല്ല. അതായത് ഇപ്പോൾ സിഗ്നൽ വന്നതാണ്. നമുക്ക് ഈ ആരോ ഉണ്ടോ, ആരോ പോലെ ഇവിടെ വന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഈ ഒരു എൻട്രി സോഫ്റ്റ്വെയർ വന്ന ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്ത് വരുന്ന സിഗ്നൽ നമ്മൾ എടുക്കേണ്ട. നമുക്കിവിടെ ഒരു സിഗ്നൽ, ഇവിടെ ഒരു ബൈ എന്ന് കാണിക്കുമ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ ചാർട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ബൈ ആരോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് എടുക്കാം. അല്ലാതെ വരുന്ന ട്രെൻഡ് ലൈൻ ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് സോഫ്റ്റ് അവിടെ റീ എൻട്രി ഓപ്ഷൻ കാണിക്കുന്നത്, അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ട്രെയിനിങ് സെഷനിൽ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ 2 സ്കാനർ നമുക്ക് കിട്ടും. ഇപ്പോൾ UBA കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. UBA അത് തന്നെയാണ് കണ്ട. ഇവിടെ നമുക്ക് ഓൾറെഡി രാവിലെ ഒരു ബൈ വന്ന് ടാർഗറ്റ് 2 അച്ചീവ് ചെയ്ത് ഇപ്പം കണ്ട മാർക്കറ്റ് ഒന്ന് ഇറങ്ങിയിരിക്കുവാണ്. ഇപ്പോൾ എഗെയിൻ ഒന്ന് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അതായത് ഇത് റീ എൻട്രി ആണ്. അതായത് സോഫ്റ്റ് ഇവിടെ ഒരു സ്കാനർ തന്നിരിക്കുന്ന റീ എൻട്രി നമ്മൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. റീ എൻട്രി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവലിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് റീ എൻട്രി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.